+2 ഡിഗ്രിക്കും പഠിക്കുമ്പോൾ ഡിസ്മിസിൽ വാങ്ങുന്നതല്ലാണ്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഡിസ്മിസിൽ വാങ്ങാൻ പറ്റൂ സെക്കൻഡ് ബൈക്ക് പറ്റും. അന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഡിസ്മിസിൽ മേടിച്ചു വന്നൊരു മുതല് എന്റെ വീട്ടിലുണ്ട്. എന്റെ ഇത്ത കൂടെ പഠിക്കുന്ന സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടിന്റെ മൂക്കിനിട്ടിടിച്ചു, ചോര വീഴ്ത്തിച്ചു, ഡിസ്മിസിൽ മേടിച്ചിട്ട് വന്നു. ഇടിക്കാനുണ്ടായ റീസൺ ഭയങ്കര ചെറിയൊരു കാരണമാണ്. സ്കൂൾ കോമ്പൗണ്ടിൽ കെട്ടിയിരുന്ന ആടുകളെ ഇവള് ഡെയിലി അഴിച്ചിടും. ഈ അഴിച്ചിട്ട് ആ ആടുകൾ കാണാതായപ്പോൾ ആടിന്റെ ഉടമസ്ഥൻ കംപ്ലൈന്റ് കൊടുത്തു. ആ കംപ്ലൈന്റിൽ അന്വേഷിച്ചു വന്നപ്പോഴാണ് ഇവളുടെ കൂട്ടുകാരി പറയുന്നത് ഇവളാണ് അഴിച്ചിട്ടേന്ന്. കൂട്ടുകാരി ചെയ്തത് തെറ്റല്ലേ എന്ന് വെച്ചിട്ട് കൂട്ടുകാരന്റെ മൂക്കിനിട്ട് ഇടിക്കാൻ പാടുണ്ടോ? മൂക്കിനിട്ട് ഇടിച്ചു, ചോര വന്നു, കുട്ടിക്ക് കുറച്ച് സീരിയസ് ആയപ്പോ ഈ കുട്ടിക്ക് ഡിസ്മിസിൽ കൊടുത്തു വിട്ടു. ഇനി ഇവൾക്ക് വീട്ടുകാരോട് ഭയങ്കര സ്നേഹമാണ്, നാട്ടുകാരോട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും. ഉപ്പാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവള് ചെറുപ്പത്തിൽ ഇവളുടെ കമ്മൽ എടുത്തിട്ട് കുഴിച്ചിട്ടിട്ട് അവിടെ ഡെയിലി വെള്ളം ഒഴിക്കുമായിരുന്നു. മറ്റേ കമ്മൽ ഇവൾ എന്ത് ചെയ്തു എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് തേക്കാത്ത മതിലിന്റെ പൊത്തിൽ കൊണ്ടുവെക്കും. എന്നിട്ട് മാവിന്റെ ഇല കൊടുന്നിട്ട് പറഞ്ഞു ഉമ്മാട് എന്റെ കമ്മൽ ഞാൻ ലോക്കറിൽ വെച്ചിട്ട് എനിക്ക് കിട്ടിയതാണ് ഈ പൈസ എന്ന്. ഇനി ഇതുപോലെ ലോക്കറിൽ വെച്ചാൽ പൈസ കിട്ടുമെന്നും പറഞ്ഞിട്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ കമ്മലും കൂടി മേടിച്ചു കൊടുന്ന് വെച്ചായിരുന്നു. ആ കമ്മലും കാണുന്നില്ല, ഇവളുടെ കമ്മലും കാണുന്നില്ല. അവസാനം സഖി കെട്ടിട്ട് ആ സ്കൂളിൽ നിന്നും ഇവളെ മാറ്റേണ്ടി വന്നു. വീട്ടിൽ തൈക്കോണ്ടോ പഠിച്ചത് ഞാനും ഇക്കാണെങ്കിൽ നാട്ടുകാരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്റെ ഇത്ത ചെയ്തു വെച്ചതിനെ തീർക്കാൻ വീട്ടുകാർ കഷ്ടപ്പെടുന്ന ഞങ്ങൾ കാണാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ തൈക്കോണ്ടോ ക്ലാസ് കഴിഞ്ഞിട്ട് വരെ രാത്രി 11:30-12 മണി സമയം ആയതുകൊണ്ട് ഞങ്ങളുടെ മെയിൻ ഹോബി എന്താണെന്ന് വെച്ചാൽ പടക്കം എടുത്തിട്ട് ഓരോ സൈഡിലിട്ട് ഇങ്ങനെ പൊട്ടിക്കും. എന്നിട്ട് അവിടെ സൈക്കിൾ എടുത്ത് വേഗം പോകും. പക്ഷെ ഒരു ദിവസം ഞങ്ങൾ എറിഞ്ഞത് ഒരു വീടിന്റെ മുറ്റത്തോട്ട് പോയി. അവിടുത്തെ ആള് സൈക്കിൾ എടുത്തിട്ട് വന്ന് ഞങ്ങളെ ചേസ് ചെയ്ത് പിടിച്ചു. എന്തോ ഞങ്ങളുടെ തലവിധി, ഞങ്ങളുടെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ പോലെ ഞങ്ങളെ മാത്രം പിടിച്ചു എന്റെ ഇക്കാനെ. ബാക്കി എല്ലാവരും ഇവിടെ രക്ഷപ്പെട്ടേ. ഞങ്ങളെ പിടിച്ചിട്ട് വന്നിട്ട് നേരെ അയാൾ ഇക്കാനെ പിടിച്ച് കുറെ ചീത്തൊക്കെ പറഞ്ഞിട്ട് എന്നെ നോക്കിയിട്ട് പറയാ നിന്റെ ഉണ്ടക്കണ്ണ് കണ്ടാ അറിയാടി നീ എറിഞ്ഞു പൊട്ടിച്ചേന്നു. എന്താലേ ഇങ്ങനത്തെ ചെറിയ ചെറിയ കുറുമ്പുകൾ ഉണ്ടെങ്കിലും ഞാനും ഇക്ക ഇന്നേ വരെ ആരുടെ മേൽക്ക് കുതിര കയറിയിട്ടില്ല. പക്ഷെ എന്റെ ഇത്തയുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് മൂക്കിനിട്ടടിക്കലാണ്. ഈ മൂക്കിനിട്ടടിക്കൽ അവൾ ഒരു ദിവസം എന്റെ കസിനെ ഇടിച്ചു. അവനാണെങ്കിൽ ഇത് തക്കം പാത്ത് നിന്നിട്ട് തിരിച്ച് അവൾ അടിച്ചത് ഒരു സോഡാ കുപ്പി എടുത്തിട്ട്. എന്തോ ദൈവഭാഗ്യം കൊണ്ട് രണ്ടാൾക്കും ഒന്നും പറ്റിയില്ല. എനിക്ക് പിന്നെ ചെറുപ്പം തൊട്ട് ആരും ഇടിക്കാനും കുത്താനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. ഞാനും എന്റെ കുട്ടിപ്പട്ടാളങ്ങളും സമയം കിട്ടുന്ന ദിവസങ്ങളിൽ ചെയ്യാറ് ഒരു വീടിന്റെ മുറ്റത്ത് പോയി നിന്നിട്ട് അവിടെ നിന്ന് കളിച്ച് അലമ്പാവുമ്പോ അവിടെ ഓടിക്കും. അപ്പൊ ഇപ്പുറത്തെ വീടിന്റെ മുറ്റത്ത് നിന്ന് കളിക്കും. അങ്ങനെ എല്ലാ വീട്ടിൽ നിന്നും ഓടിക്കും. പിന്നെ ഞങ്ങളുടെ മെയിൻ ഹോബി എന്തായിരുന്നു വെച്ചാൽ വല്ല പേരക്കോ അല്ലെങ്കിൽ മാങ്ങക്കൊക്കെ കല്ലെടുത്ത് എറിയുക, അല്ലെങ്കിൽ ആ വീട്ടുകാർ കാണാണ്ട്. അത് വലിയൊരു ടാസ്ക് ആയിരുന്നു. ആ വീട്ടുകാർ കാണാണ്ട് ആ മരത്തമ്മ കയറി മാങ്ങ പൊട്ടിക്കാന്നൊക്കെ പറയണത്. ഇത് പൊട്ടിച്ചതും പോരാണ്ട് ഇത് തിന്നെ എങ്ങനെയാന്ന് വെച്ചാൽ അതിനെ കത്തി ഒരു വീട്ടിൽ നിന്ന്, ഉപ്പ് ഒരു വീട്ടിൽ നിന്ന്, മുളക് ഒരു വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മാസ്റ്റർ പ്ലാൻ ചെയ്തിട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്റേത്. ഒന്നും പോരാണ്ട് 7 മണിക്കുള്ള ട്യൂഷന് 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് പറ്റുന്ന വീട്ടിലൊക്കെ കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് ഞാൻ പോവാറ്. സോ നിങ്ങൾക്കും ഇതുപോലത്തെ നല്ല നല്ല ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഉണ്ടാവും, കുറെ സ്റ്റോറീസ് ഉണ്ടാവും. അതൊക്കെ കമന്റ് ബോക്സിൽ ഇടാം. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.